നമസ്കാരം. ധനു സ്പേസ് ടിപ്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 25/8/2023 നടത്തിയ അസിസ്റ്റന്റ് മെയിൻ എക്സാമിന്റെ, അതായത് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയുടെ അസിസ്റ്റന്റ് മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ മലയാളം വേർഷൻസ് ആണ് നോക്കുന്നത്. 2024 നടക്കാൻ പോകുന്ന LDC എക്സാമിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണം. കൂടാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി പോവുക. ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് അതിലെ കണ്ടന്റുകൾ നോക്കി പോകണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ചൊരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെ കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എത്തിയ സംഘത്തിന്റെ തലവൻ ആരായിരുന്നു? ആൻസർ പെരേര ഡി പൈവ മോസസ്. പെരേര ഡി പൈവ മോസസ്. എത്തിയ ജൂതസംഘത്തിന്റെ തലവന്റെ പേരെന്തായിരുന്നു? പെരേര ഡി പൈവ മോസസ് എന്നായിരുന്നു. നെക്സ്റ്റ്, കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? ആൻസർ 1ഉം 3ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണെന്നാണ്. 1 ജോനാഥൻ ഡങ്കൻ, ചാൾസ് ബോർഡൻ. അപ്പോ കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. കമ്മീഷണർമാർ ആരായിരുന്നു? ജോനാഥൻ ഡിങ്കനും ജോനാഥൻ ഡങ്കൻ, ഡിങ്കൻ എന്ന് വെറുതെ പറഞ്ഞ കേട്ടോ, ജോനാഥൻ ഡങ്കനും ചാൾസ് ബോർഡനുമാണ്. ജോനാഥൻ ഡങ്കൻ, ചാൾസ് ബോർഡൻ. ജോനാഥൻ ഡങ്കൻ, ചാൾസ് ബോർഡൻ. ഡിങ്കൻ എന്ന് പറഞ്ഞാലെങ്കിൽ ഓർത്തിരിക്കുമല്ലോ നമ്മൾ. ജോനാഥൻ ഡങ്കനും ചാൾസ് ബോർഡനുമായിരുന്നു ഏത്? കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യം പ്രഖ്യാപിച്ചു. കമ്മീഷണർമാരാണ് ജോനാഥൻ ഡങ്കൻ, അതുപോലെ ചാൾസ് ബോർഡൻ. ഓക്കെ, നെക്സ്റ്റ്, 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചറികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിന്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവവികാസത്തിന് ഉത്തരവാദി ആരാണ്? ആൻസർ ഉമ്മിണി തമ്പി. 19ാം നൂറ്റാണ്ടില് തിരുവിതാംകൂറിൽ നീതി നടപ്പിലാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചറികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിന്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ സംഭവവികാസത്തിന് ഉത്തരവാദി ആരാണ്? ഇൻസുഫ് കച്ചറി സ്ഥാപിക്കപ്പെടാൻ ഉത്തരവാദി ആരാണെന്നാണ് ചോദ്യം. ആൻസർ ഉമ്മിണി തമ്പി. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ദീർഘ ചതുരാകൃതിയിലുള്ള ജലപാത്രം ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത്? ഇത് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ്, മിഷൻ ഇന്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യം? മിഷൻ ഇന്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ്. മിഷൻ ഇന്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ മാപ്പ് ഇന്ത്യ ആരംഭിച്ചു. അടുത്തത്, മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത്? മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത് ഒന്ന് മാത്രമാണ് ശരി. ഒന്ന്, ഒരു ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനും യുദ്ധം ആരംഭിക്കാനും ആർക്കും കഴിയാത്തത്ര നാശം വരുത്താനും ഇരുപക്ഷത്തിനും ശേഷിയുണ്ട്. മഹാശക്തികൾ എന്ന് പറയുമ്പോൾ ഒരു ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനും യുദ്ധം ആരംഭിക്കാൻ ആർക്കും കഴിയാത്തത്ര നാശം വരുത്താനും ഇരുപക്ഷത്തിനും ശേഷിയുണ്ട് എന്നാണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത്, ഭൂഗർഭജലത്തിന്റെ മണ്ണൊലിപ്പിന്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതാണ്? ഭൂഗർഭജലത്തിന്റെ മണ്ണൊലിപ്പിന്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതാണ്? അവിടെ 1, 2 ആൻഡ് 3 ശരിയാണ്. 1 എന്ന് പറയുമ്പോൾ പോൾജെ, ഡോളിൻ, 3 ഹോൺസ്. ഇത് 3ഉമാണ്. പോൾജെ, ഡോളിൻ, ഹോൺസ്. ഇത് 3ഉം ശരിയാണെന്നാണ് പറയുന്നത്. ഭൂപ്രകൃതി ഏതൊക്കെയാണ്? ഭൂഗർഭജലത്തിന്റെ മണ്ണൊലിപ്പിന്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതൊക്കെയാണ്? പോൾജെ, ഡോളിൻ, ഹോൺസ് എന്നിവയാണ്. പോൾജെ, ഡോളിൻ, ഹോൺസ് എന്നിവ ഭൂഗർഭജലത്തിന്റെ മണ്ണൊലിപ്പിന്റെ ഭാഗമായി രൂപപ്പെട്ട ഭൂപ്രകൃതികൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുറോഷിയോ സമുദ്രത്തിന്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്.
കുറോഷ്യോ സമുദ്രത്തിന്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേതാണ്? ഏതൊക്കെയാണ്? അവ ഊഷ്മള സമുദ്രപ്രവാഹങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഫിലിപ്പീൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്തൊഴുകുന്നു. വ്യാപാരക്കാറ്റിൽ നിന്നാണ് ഊർജം നേടുന്നത്. സുഷിമ കറന്റ് ഫോംസ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങൾ കുറോഷ്യോ സമുദ്രത്തിന്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അതായത് ഊഷ്മള സമുദ്രപ്രവാഹം ഉൾക്കൊള്ളുന്നു. അവ ഫിലിപ്പീൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്തൊഴുകുന്നു. വ്യാപാരക്കാറ്റിൽ നിന്നാണ് ഊർജം നേടുന്നത്. സുഷിമ കറന്റ് ഫോംസ് എന്നിവ ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ, 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 44 അടുത്തത്, കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്? കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാനാണുള്ളത്? 10 ദ്വീപുകൾ. 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വതപാതയാണ് പുരാതന സിൽക്ക് റൂട്ടിന്റെ ഭാഗമാകുന്നത്? നാഥുല. അടുത്തത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറഞ്ഞ ഏത് നദിയുടെ മുകളിലാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന ഏത് നദിയുടെ മുകളിലാണ്? ആൻസർ ചൈനാബ് നദിയുടെ മുകളിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ മുൻകാല ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷന്മാർ മാത്രം അടങ്ങുന്ന സെറ്റ് അല്ലെങ്കിൽ സൈറ്റുകൾ തിരിച്ചറിയുക. ഏത് സൈറ്റ് ആണെന്നുള്ളത്? ആൻസർ 2ഉം 3ഉം മാത്രമാണ്. 2 എന്ന് പറയുമ്പോൾ ഗുൽസരിലാൽ നന്ദ, പ്രണവ് മുഖർജി, മാധവ് സിംഗ് സോളങ്കി, അതൊരു സെറ്റ്. 3 എന്ന് പറയുമ്പോൾ ജവന്ത് സിംഗ്, KC പന്ത്, മൊണ്ടേ സിംഗ് അലുവാലിയ. ഗുൽസരിലാൽ നന്ദ, പ്രണവ് മുഖർജി, മാധവ് സിംഗ് സോളന്ത് മുൻകാല ആസൂത്രണ കമ്മീഷന്മാരുടെ മാത്രം അടങ്ങുന്ന സൈറ്റുകളാണ് പറയുന്നത്. 2ഉം 3ഉമാണ് ശരി. നെക്സ്റ്റ് വൺ, നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ടർ ടാക്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നാഗ്പൂരാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖം അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ, അതിൽ 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. 4 5. 1 പറയുമ്പോൾ ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക. 2 കരുതൽ സൂക്ഷിക്കുക. 3 പണസ്ഥിരത. 4 5ആണുള്ളത്. കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934 ആമുഖം അനുസരിച്ചിട്ട് RBIയുടെ ചുമതലകൾ എന്തെല്ലാം? ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കൽ, പണസ്ഥിരത, അതുപോലെ എന്താണ് കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക എന്നതാണ് ആരുടെ ചുമതല? RBIയുടെ വ്യക്തമായ ചുമതലകളെല്ലാം. ഓക്കെ. ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികൾ തിരിച്ചറിയുക. അതിൽ വരുന്നത് 1ഉം 2ഉം 3ഉം 4ഉം 5ഉം എല്ലാം ശരിയാണ്. ഇവയെല്ലാം അല്ലെ എന്തൊക്കെയാ റെഗുലേറ്ററി ബോഡികൾ? 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളാണ്. ഫിനാൻഷ്യൽ പണവുമായി ബന്ധപ്പെട്ടതാണ്. 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SCBI, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് NABARD, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് AMF. ഇതെല്ലാം എന്താണ്? ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളാണ്. RBI, SCBI, NABARD, IRDAI, AMF ഇതെല്ലാം ഇന്ത്യയുടെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി അതോറിറ്റികളാണ്, ബോഡികളാണ്. അടുത്തത്, 1963 പഞ്ചസാരയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജോലികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കൃഷി വകുപ്പിൽ നിന്ന് ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റി. അവ ഏതെല്ലാമാണ്? 1ഉം 2ഉം 3ഉമാണ് ആൻസർ. ഓപ്ഷൻസ് വരുന്നത് ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച്, ഇന്ത്യൻ സെൻട്രൽ ഷുഗർ കെയിൻ കമ്മിറ്റി ന്യൂഡൽഹി. 1963 പഞ്ചസാരയെ ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കൃഷി വകുപ്പിൽ നിന്ന് ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റിയതാണ്.
അവരുടെ ജോലികൾ ഇന്ത്യ ഗവൺമെന്റ് കൃഷി വകുപ്പിൽ നിന്നും ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റിയ അതോറിറ്റി ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ, ഇന്ത്യൻ സെൻട്രൽ ഷുഗർ കെയിൻ കമ്മിറ്റി ന്യൂഡൽഹി എന്നിവയാണ്. അടുത്തത് 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc നീളം 4 മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്ക് എത്രയായിരിക്കും? 22%. സെസ് നിരക്ക് 22%. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസറാണ്. 1. ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും. ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരങ്ങളും പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരങ്ങളും സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇതെല്ലാം ഇവിടെ വരുന്നതാണ് ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ വരുന്ന വിഭാഗക്കാരാണ്. അടുത്തത് 2016 ഭരണഘടനയുടെ 101 ഭേദഗതി നിയമപ്രകാരം ഡാഷ് കൈകാര്യം ചെയ്യുന്നു. ഏതാണ് കൈകാര്യം ചെയ്യുന്നത്? അതായത് ചരക്ക് സേവന നികുതി ബിൽ. 101 ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി ബിൽ ആണ് ആൻസർ. ഇന്ത്യയുടെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. ആൻസർ തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, കൊറിയ എന്നിവയാണ്. ആദ്യം തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, കൊറിയ അല്ലെ. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, കൊറിയ എന്നിവയാണ്. അടുത്തത് മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ സംഗ്രഹിക്കാം? ആൻസർ ബി ആണ്. അതായത് 1, 2, 3 മാത്രമാണ്. 1. പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിന്റെ അന്തിമ നിർണയം. അടുത്തത് പാർലമെന്റ് നിർദ്ദേശ നയത്തിന് അനുസൃതമായി ദേശീയ എക്സിക്യൂട്ടീവിന്റെ പരമോന്നത നിയന്ത്രണം. 3 എന്ന് പറയുന്നത് നിരവധി വകുപ്പുകളുടെ താൽപര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും. അതാണ് മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ പറയണത്. 1. പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിന്റെ അന്തിമ നിർണയം എടുക്കുന്ന മന്ത്രിസഭയാണ്. പാർലമെന്റ് നിർദ്ദേശ നയത്തിന് അനുസൃതമായി ദേശീയ എക്സിക്യൂട്ടീവിന്റെ പരമോന്നത നിയന്ത്രണം ഉണ്ടായിരിക്കും. നിരവധി വകുപ്പുകളുടെ താൽപര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും ഒക്കെ അവിടെ അവർ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നു. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞവയിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത്? മുകളിൽ പറഞ്ഞവ ഒന്നും അല്ല എന്നിവയാണ് ആൻസർ. അടുത്തത് ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി ആരായിരുന്നു? ആൻസർ മിസ്റ്റർ അബ്ദുൽ ഫത്താഹ് LCC ഈജിപ്തിലെ പ്രസിഡന്റ് ആയിരുന്നു. 74ാമത്തെ ആളായിരുന്നു, ഈജിപ്തിലെ പ്രസിഡന്റ് ആയിരുന്നു. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല, ഇതിൽ ഏതാണ്? ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ശരിയായവ ഏതൊക്കെയാണ്? ഭരണഘടനയുടെ 324 അനുച്ഛേദം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കും. ദേശീയ വോട്ടേഴ്സ് ദിനമാണ് ജനുവരി 25. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഏതാണ് ശരിയായത്? ആൻസർ 1, 2, 4 ശരിയാണ്. 1 പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323A ആണ്. 2, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം 1985 പാസ്സാക്കി. 4 എന്ന് പറയുന്നത് ട്രൈബ്യൂണലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പോൾ 323A ആണ്. 1985 പാസ്സാക്കി. തലവൻ ആരാണ്? രജിസ്ട്രാർ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സംബന്ധിച്ച കാര്യം ഏതൊക്കെയാണ്? ഏത് ആർട്ടിക്കിളിൽ വരുന്നു? അത് ആർട്ടിക്കിൾ 323A വരുന്നു. 1985 പാസ്സാക്കി. അതിന്റെ തലവൻ ആരാണ്? രജിസ്ട്രാർ ആണ്. ഓക്കെ. നെക്സ്റ്റ്, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം 2022 ലഭിച്ചത് ആർക്കാണ്? ആനി എർണാക്സ്. ആനി എർണാക്സിനാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ മാത്രമാണ് ശരിയല്ലാത്തത്.
പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് PCN 1961. ശരിയല്ലാത്ത ഓപ്ഷനാണത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? CAG, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ ധനകാര്യ കമ്മീഷൻ. ഇത് മൂന്നും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. CAGയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനകാര്യ കമ്മീഷനും. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായത്? 1, 2, 3 ശരിയായ പ്രസ്താവനകൾ. അടുത്തത്, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് പ്രസവം സ്ത്രീകളിൽ എന്ത് ഹോർമോൺ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? എന്തൊക്കെ സംഭവിക്കാം? 1, ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ് പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള പ്രധാന മാറ്റം. ഈസ്ട്രജൻ ഗർഭാശയ പേശികളുടെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, പ്രൊജസ്ട്രോൺ പേശികളുടെ സങ്കോചത്തെ തടയുന്നു. ഇനി മൂന്നാമത്താണ് വരുന്നത്, പിൻഭാഗത്ത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് പുറത്തുവിടുന്ന ഓക്സിറ്റോസിൻ സെർവിക്സിലെ റിസപ്റ്ററുകൾ വഴി ഹൈപ്പോതലാമസിനെ ഉത്തേജിപ്പിക്കുന്നതിന്റെ ഫലമായി പുറത്തുവിടുന്ന വളരെ ശക്തമായ ഗർഭാശയ പേശി ഉത്തേജകമാണ്. 4, അണ്ഡാശയവും മറുപിള്ളയും സ്രവിക്കുന്ന റിലാക്സിൻ പെൽവിസിന്റെ അസ്ഥികൾ തമ്മിലുള്ള ബന്ധം അയവ് വരുത്തുന്നു. അതുവഴി നവജാത ശിശുവിന് എളുപ്പത്തിൽ പുറത്തു കടക്കുവാൻ ജനന കനാൽ വലുതാക്കുകയും ചെയ്യുന്നു. ഈസ്ട്രജന്റെ കാര്യം ഓർക്കുക, പ്രൊജസ്ട്രോണിന്റെ കാര്യം ഓർക്കുക, അതുപോലെ റിലാക്സിൻ എന്ന അണ്ഡാശയവും മറുപിള്ളയും സ്രവിക്കുന്ന റിലാക്സിൻ എന്ന ഹോർമോണും ഉണ്ടായിരിക്കുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, മനുഷ്യന് ആവശ്യമായ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകൾ താഴെ പറയുന്നവയാണ്. കോളം 1 വിറ്റാമിൻ ബി അതിനെ കുറിച്ചുള്ള കുറവുകളും ലക്ഷണങ്ങളും, കോളം 2 ഉറവിടങ്ങളും, കോളം 3 ചേരുംപടി ചേർക്കുക. കോളം 1, 2, 3 ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ചർമ്മം, ശ്വസന വ്യവസ്ഥ, യൂറോജെനിറ്റൽ ട്രാക്ട് എന്നിവയുടെ വരണ്ട പൊട്ടുന്ന എപ്പിത്തീലിയ രാത്രി അന്ധതയും വികലമായ തണ്ടുകളും ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഫങ്ഷൻസ് എന്താ പറഞ്ഞേക്കുന്നത്? ഫുഡ് കണ്ടേക്കെന്ന് പറഞ്ഞേക്കുന്നത് ഇലക്കറികളും പഴങ്ങളും പാലുൽപ്പന്നങ്ങൾ, മുട്ടയുടെ മഞ്ഞക്കുരു, മത്സ്യ, കരൾ, എണ്ണ തുടങ്ങിയവയാണ്. വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ റിക്കറ്റ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും. കാൽസ്യത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും അവരിൽ. മൃദുവായ അസ്ഥികളുണ്ട്, വികലമായ അസ്ഥികൂടും, മോശം പേശി വികസനമായിരിക്കും. വൈറ്റമിൻ ഡി കാൽസിഫറോൾ വെച്ചിട്ട് കാണുക. ഫുഡ് എന്ന് പറയുന്നത് മുട്ടയുടെ മഞ്ഞക്കുരു, പാല്, മത്സ്യ എണ്ണകൾ. വിറ്റമിൻ ഇ എന്ന് പറയുന്നത് രണ്ടുമായിട്ടാണ് ചെയ്യുന്നത്. വന്ധ്യതയാണ് പ്രധാനമായിട്ടും പറയുന്നത് അല്ലേ. ആഹാരങ്ങൾ സസ്യങ്ങളിലും മൃഗങ്ങളിലും വ്യാപകമായി കാണുന്നുണ്ട്. വിറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നതാണ്. മന്ദഗതിയിൽ രക്തം കട്ട പിടിക്കുന്നത് രക്തസ്രാവമാണ്. ഇലക്കറിലാണ് കൂടുതലായിട്ടും കാണുക. ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഉയർന്ന സംവേദനക്ഷമതയുള്ള സി റിയാക്റ്റീവ് പ്രോട്ടീൻ CRP അമിതവണ്ണമുള്ള കുട്ടികളിലും കൗമാരക്കാരിലും ഹൃദയ സംബന്ധമായ അപകട സാധ്യതയുടെ ഒരു നല്ല അടയാളമാണ്. കൊള്ളറ്റിൻ എറ്റാൾ 2008 CRP ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1, 2 ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. 1, 2 ആണ്. നെക്സ്റ്റ് വൺ, ലോകാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ ഒരു പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആൻസർ മങ്കി പോക്സ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? ആൻസർ ഭാരം. തെർമോമീറ്ററിന്റെ കാലിബ്രേഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? 273.16 K. നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം എന്താണ്? ഇടപെടൽ. എപ്പോഴാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? 2008 അലൂമിനിയം ലോഹം നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? അലൂമിനിയവും ഓക്സിജനും. താഴെ പറയുന്നവയിൽ ഏതാണ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്? കാർബൺ 14 റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. കാർബൺ 14 റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിന്റെ നിയമം അനുസരിക്കുന്നത്? താഴ്ന്ന മർദ്ദവും താഴ്ന്ന താപനിലയും. നെക്സ്റ്റ്,
താഴെ പറയുന്ന സ്പീഷീസിൽ ഏതാണ് ലൂയിസ് ആസിഡായി പ്രവർത്തിക്കുന്നത്? AlCl3 അലൂമിനിയം ക്ലോറൈഡ്. അലൂമിനിയം ക്ലോറൈഡ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയെ ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യം. GV രാജയുടെ മുഴുവൻ പേരെന്താണ്? ഗോധവർമ്മ രാജ. താഴെ പറയുന്നവയിൽ ഏതാണ് ONV കുറുപ്പിന്റെ കൃതികൾ അല്ലാത്തത്? 2ഉം 4ഉം ഒഴികെ. അക്ഷരം, മൃഗി എന്നിവ ONVയുടെ കൃതികളാണ്. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ. KIIFBയുടെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. നെക്സ്റ്റ് വൺ, എപ്പോഴാണ് ലതാ മങ്കേഷ്കർ മരിച്ചത്? ഫെബ്രുവരി 6, 2022. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഏതാണ് ഇന്റലിജന്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്? 3ഉം 4ഉം. 3 സ്വിച്ചും റൂട്ടറുമാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏത് ഫയൽ സിസ്റ്റത്തിനാണ് കോപ്പി ഓൺ റൈറ്റ് ടെക്നിക് ആസ്ഥാനമാക്കുള്ളത്? BTRF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ്താവന 1 ക്യാഷ് മെമ്മറി രജിസ്റ്ററുകളേക്കാൾ വേഗതയുള്ളതാണ്. പ്രസ്താവന 2 പ്രാഥമിക മെമ്മറി അസ്ഥിരമല്ലാത്ത മെമ്മറിയാണ്. ഇതിൽ 2 പ്രസ്താവനകളും തെറ്റാണ് ഈ കൊടുത്തേക്കുന്നതിൽ. നെക്സ്റ്റ് വൺ, റിയലിസ്റ്റിക് മുഖഭാവമുള്ള ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? അമേക്ക. വിർച്വൽ പേഴ്സൺ അസിസ്റ്റന്റ് കോർട്ടാന വികസിപ്പിച്ചെടുത്തത് ആരാണ്? മൈക്രോസോഫ്റ്റ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എന്തായിരുന്നു? വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നായിരുന്നു. കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസവും ദേശീയ വികസനവുമായിരുന്നു. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 ശുപാർശ ചെയ്ത സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പുതിയ സംഘടനാ പാറ്റേണിൽ ഡാഷ് ഉൾപ്പെടുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 ശുപാർശ ചെയ്ത സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പുതിയ സംഘടനാ പാറ്റേണിൽ എന്തൊക്കെ വരുന്നതാണ് ചോദ്യം. 1, സെക്കൻഡറി വിദ്യാഭ്യാസം 7 വർഷമായിരിക്കണം. 2, സെക്കൻഡറി വിദ്യാഭ്യാസം 11 മുതൽ 17 വർഷം വരെയുള്ള കുട്ടികൾക്കുള്ളതായിരിക്കണം. 3, സെക്കൻഡറി വിദ്യാഭ്യാസം ഇന്റർമീഡിയറ്റ് കോളേജ് അവസാനിപ്പിച്ച് 11ാം ക്ലാസ് സെക്കൻഡറി സ്കൂളുമായും 12ാം ക്ലാസ് BAയുമായും ലയിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഡിഗ്രി കോഴ്സ് 3 വർഷം ആയിരിക്കണം. ഇതെല്ലാമാണ് 1952 ശുപാർശ ചെയ്ത സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പുതിയ സംഘടനാ പാറ്റേൺ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതനുസരിച്ചിട്ടാണ് 1 മുതൽ 10 വരെ ക്ലാസ്സുകൾ ഗണിതം നിർബന്ധമാക്കിയത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964. ദേശീയ വിജ്ഞാന കമ്മീഷൻ 2005 പ്രധാന ശുപാർശകളിൽ ഒന്ന് 1500 സർവകലാശാലകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇത് ഡാഷ് എന്നതിനുള്ളതായിരുന്നു. ആൻസർ, ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിക്കുന്നത് ഉറപ്പാക്കുക എന്നതാണ്. 2005 ദേശീയ വിജ്ഞാന കമ്മീഷൻ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയം സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ, പോർട്ട്ഫോളിയോകളും റബ്രിക്സുകളും ഉൾപ്പെടെയുള്ള വിവിധ രീതികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിലയിരുത്തൽ നിർദ്ദേശിക്കുന്നു. പോർട്ട്ഫോളിയോകളും റബ്രിക്സുകളും ഉൾപ്പെടെയുള്ള വിവിധ രീതികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിലയിരുത്തൽ നിർദ്ദേശിക്കുന്നു. 2020 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ടാണ് മൂല്യനിർണ്ണയത്തെക്കുറിച്ച് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നത്? ആൻസർ, രാധാകൃഷ്ണൻ കമ്മീഷൻ. നെക്സ്റ്റ്, 1952 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ശുപാർശയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം ലഭിച്ചത്? എന്തിനാണ്? സ്ത്രീ വിദ്യാഭ്യാസത്തിനാണ്. താഴെ പറയുന്നവയിൽ കോത്താരി കമ്മീഷന്റെ 1964 ശുപാർശ അല്ലാത്തത് ഏതാണ്? ആൻസർ, പഠനത്തിന്റെ ഏറ്റവും കുറഞ്ഞ തലങ്ങൾ. നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി സാമൂഹികവും ദേശീയവുമായ ഏകീകരണം ശക്തിപ്പെടുത്തുന്നത് ഏത് കമ്മീഷൻ അംഗീകരിച്ചു? ആൻസർ, എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1964-66 കാലയളവിൽ. രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്നില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്, സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുന്നതിന്.
1944-45 സാർജന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 3 സർവകലാശാലകൾ ഏതൊക്കെയാണ്? അലിഗഡ്, ബനാറസ് ഹിന്ദു, ഡൽഹി കേന്ദ്ര സർവകലാശാല എന്നിവയാണ്. 44-45 സാർജന്റ് കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിനുള്ള ശുപാർശ ഡാഷാണ് നൽകിയത്? യശ്പാൽ കമ്മിറ്റി. താഴെ പറയുന്നവയിൽ 2 പ്രസ്താവനകളുണ്ട്. 1. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് നിയമപ്രകാരം UGC സ്ഥാപിച്ചു. 2. UGC ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ ഏകോപനത്തിനും നിർണയത്തിനും നിലവാരം പുലർത്തുന്നതിനുമായി UGC സ്ഥാപിതമായി. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. അവിടെ 1ഉം 2ഉം പ്രസ്താവന ശരിയാണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവന 2ഉം ശരിയാണ്. അധ്യാപകർക്ക് പൊതുവായ മാർഗനിർദ്ദേശ തത്വങ്ങൾ വികസിപ്പിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം 2020 നിർദ്ദേശിച്ച പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ്. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയ പരിഷ്കാരങ്ങളാണ്. സ്റ്റേറ്റ് റൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ, പുതിയ പാഠ്യപദ്ധതിയും പെഡഗോഗിക്കൽ ഘടനയും, തുല്യവും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം സാമൂഹികവും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുക. അടുത്തത്, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ വിജ്ഞാന കമ്മീഷൻ താഴെ പറയുന്ന 3 വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏതൊക്കെയാണവ? 1. ആൻസർ ഓപ്ഷൻ ബി ആണ്, വിപുലീകരണം, മികവ്, ഉൾപ്പെടുത്തൽ. വിപുലീകരണം, മികവ്, ഉൾപ്പെടുത്തൽ. നെക്സ്റ്റ്, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങാണെങ്കിൽ അതിന്റെ 18ാം പദം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0. നമ്മൾ 4 സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ 3ന്റെ ശരാശരി 16ഉം അവസാനത്തെ 3ന്റെ ശരാശരി 15ഉം ആയിരിക്കും. അവസാന സംഖ്യ 18 ആണെങ്കിൽ ആദ്യ സംഖ്യ 21 ആയിരിക്കും. പ്രതിവർഷം 10% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് 12,600 രൂപയുടെ സംയുക്ത പലിശ എത്രയാണ്? 2,646. 90 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ അനുപാതം കണ്ടെത്തുക. ആൻസർ 3:5. 75ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 76 ഓപ്ഷൻ 4. ഒറ്റയാണ് തിരഞ്ഞെടുക്കുക. ആൻസർ കുറുക്കൻ. 78ന്റെ ആൻസർ ഞായറാണ്. 29 തെക്ക് കിഴക്ക്. 80 ആൻസർ NZGS ആണ്. നെക്സ്റ്റ്, അയാൾ പിരിച്ചെഴുതുക. അയാൾ എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ ആ പ്ലസ് ആളാണ് അയാൾ. ഇനി അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. ആൻസർ അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. ചാൾസ് ഡാർവിന്റെ ദി ഒറിജിനൽ ഓഫ് സ്പീഷീസ് ജീവിവർഗങ്ങളുടെ ഉത്ഭവം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അതാരാണ്? ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നത് ജീവിവർഗങ്ങളുടെ ഉത്ഭവമെന്ന് പരിഭാഷപ്പെടുത്തി. ആൻസർ KR ശിവരാമപ്പണിക്കരാണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് ജീവിവർഗങ്ങളുടെ ഉത്ഭവം എന്ന പേരിലേക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? KR ശിവരാമപ്പണിക്കർ. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏതാണ്? ആൻസർ പെണ്ണുങ്ങൾ. പുറം പ്ലസ് അടി ചേർത്തെഴുത പുറവടി. സൂര്യന്റെ പര്യായമില്ലാത്ത പദം ഏതാണ്? സൂപവർണി. അടുത്തത്, ആൻസർ അതുല്യം. തുല്യതയെക്കുറിച്ചുള്ള ആദർശം, അതിന്റെ തുല്യതയ്ക്ക് വിപരീതം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്? അതുല്യം. താഴെ പറയുന്നതിൽ നിന്നും ശരിയായ വാക്ക് ഓപ്ഷൻ എ ആണ്. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ വൈയാകരൺ. അതായത് വ്യാകരണം അറിയുന്നവർക്കേ വൈയാകരൺ. വ്യാകരണം അറിയുന്നവർക്കേ വൈയാകരൺ. അടിയിൽ വരച്ചിരിക്കുന്ന അർത്ഥം എഴുതുക. 5ാം പത്തിക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്? 5ാം പത്തിക്കാരെന്ന് പറഞ്ഞാൽ ഒറ്റ കൊടുക്കുന്നവരാണ്. ഓക്കെ.